അപ്പോൾ നമ്മൾ നമ്മുടെ ഗോവ ട്രിപ്പിൻ്റെ ആദ്യത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളും ഇന്ന് രാവിലെ അപ്പം എത്ര മണിക്കാണ്, ഒരു 9 മണി 10 മണി ആയപ്പോഴത്തേക്ക് നമ്മൾ ഹോട്ടലിൽ വന്നു. ചെക്ക് ഇൻ ചെയ്തിട്ടില്ല, 12 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പം 12 മണി വരെ നമ്മളിപ്പം വെറുതെ നിൽക്കാതെ നമ്മളിപ്പം എന്തെങ്കിലും ഒരു പരിപാടി പിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബാഗ ബീച്ചിലേക്ക് പോവാം. അപ്പം വണ്ടിയുണ്ട്, നമ്മുടെ ടൂർ കോർഡിനേറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി തരും. അപ്പം വണ്ടി സെറ്റ് ചെയ്യുന്നതിൻ്റെ പരിപാടിയിലൊക്കെയാണ് അവർ. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഏതാടേ വണ്ടി? ബാക്കിയൊക്കെ ബാക്കിയൊന്നും തന്നില്ല. ബാക്കിയുണ്ട്, അമ്മമാര് നോക്കുന്നു. എന്തുവാ? അതെന്തുവാണ്? വണ്ടിയുടെ നമ്പറാണോ നിങ്ങൾ നോക്കുന്നത്? ഓ, ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇതിൽ നിന്ന് നല്ല വണ്ടി നോക്കി എടുക്കുവാന്ന്. ഞാനും അതാ ചോദിക്കുന്നത്. അതല്ല, വണ്ടി നോക്കിയിട്ട് വണ്ടിയുടെ വീഡിയോ എടുക്കണേ. അവിടെ നമുക്കൊരു സാധനം ഉണ്ട്, കാണിച്ചു തരാം. എടാ പോടാ, ഇത് നമ്മുടെ എന്തുവാ ഇതിന്റെ സ്ഥലത്തിന്റെ പേരെന്താണ്? പോലീസ് സർക്കിളാ? ഡോൾഫിൻ സർക്കിൾ. ഡോൾഫിൻ സർക്കിള് നമ്മുടെ അത് കാണിച്ചു കൊടുക്കും. ഈ ഡോൾഫിന് ചുറ്റും ഇങ്ങനെ റൗണ്ട് അബൌട്ടാ, അതുകൊണ്ടാണ് ഡോൾഫിൻ സർക്കിൾ എന്ന് പറയുന്നത്. നല്ല സ്ഥലം. ഇതാണ് നമ്മുടെ ഹോട്ടൽ, പാം റിസോർട്ട്. അപ്പോൾ നമുക്ക് വണ്ടി സെറ്റ് ചെയ്യാം. നമ്മുടെ അങ്ങോട്ടാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെയൊക്കെ പാർക്കിങ്ങും പരിപാടികളൊക്കെ നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കണ്ടേ. വാഴ ഉണ്ടോ? വാഴ കാണിച്ചു കൊടുക്കും. നാട്ടിലൊന്നും കാണാൻ പറ്റാത്ത വാഴ കാണിച്ചു കൊടുക്കും. സൂം ചെയ്ത് വാഴ ഫുള്ള് കാണിച്ചു കൊടുക്കും. ബാഗിലെടുത്ത് ഒത്തിരി നീളമുള്ള വാഴ കൊലയ്ക്കൂ. ഇയാളെ അല്ലടേ, വാഴ എന്ന് പറഞ്ഞ ഇയാളെ അല്ല. ഇത് അടയ്ക്കാൻ പറ്റുമോ? എന്തോ ഇത്, തെങ്ങൊക്കെ ഉണ്ട്. കേരളത്തിനേക്കാൾ കൂടുതൽ തെങ്ങുകൾ അവിടെ ഉണ്ട്. നമ്മുടെ റിസോർട്ടിന്റെ പേരെന്തോ? പാമായിരുന്നല്ലേ? ചുമ്മാ അല്ല, അടയ്ക്കാൻ വരല്ല കേട്ടോ, പാമ. സ്വിച്ച് പോയോ? ഇവിടെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഓക്കെ, ഇതൊന്നും മാത്രം ക്ലിയർ ചെയ്യുന്നില്ല. കാരണം സീസൺ ആയതുകൊണ്ട് എല്ലാവരും ഫുൾ പേയ്മെന്റിലെ സാധനം എടുക്കുന്നുള്ളൂ. എത്ര? 33 മുമ്പ് എത്ര എടുത്ത്? 3. ആ ഗ്രൂപ്പ് ഒന്ന് എടുത്ത് എനിക്ക് എന്റെ ചാറ്റ് ക്ലിയർ ആയി. 2 1 3 കൊടുത്തേക്കുന്നത്. അതല്ല, ടോട്ടൽ എമൗണ്ട് എത്ര? ആദ്യം പറഞ്ഞത് പെർ ഹെഡ് 5142. ടോട്ടൽ എമൗണ്ട് 36,000. 3,000 നിങ്ങൾ അഡ്വാൻസ് കൊടുത്ത് ബാലൻസ് ചെയ്ത് എന്റെ ഇത് നോക്കണം. കെട്ടി കഴിച്ചാലോ? അപ്പൊ നമ്മളെല്ലാം റെഡി ആയിട്ട് കാര്യങ്ങളെല്ലാം കഴിക്കാൻ ഹോട്ടലിലെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് എല്ലാം ചെക്കിനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അഗോഡ ഫോർട്ടിലാണ് നമ്മൾ പോകുന്നത്. അങ്ങോട്ട് പോയിട്ട് കാണാം. ആ പുള്ളിയോട് തന്നെ ചോദിക്കായിരുന്നല്ലോ ഇവിടെ കഴിക്കാൻ പറ്റിയ. ഇത് നമ്മുടെ വണ്ടി. അവിടെ ഷെയ്ക്കും കൂടെ ഒരു വണ്ടിയുണ്ട്, കണ്ണാടിനൊരു വണ്ടി, സന്ദീപണ്ണനും ചന്ദനും ഒരു വണ്ടി. ഇവിടെ ഒരു ഹെൽമെറ്റ് മതി. കേരളത്തിലെ പോലെ 2 ഹെൽമെറ്റ് വേണം. നമുക്ക് ഇതിന്റെ സ്റ്റാൻഡ് ഇട്ടില്ല. അപ്പൊ നമുക്ക് ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഡോൾഫിൻ. കുറച്ച് പോലീസുകാരൊക്കെ ഉണ്ട്. പോലീസുകാർ എന്തോടാ? എന്തോ സംഭവം? പെട്രോളാണോ? നമുക്ക് അടിക്കണം. എന്തോ പരിപാടി? മുക്കിന് പള്ളികളാണ് കൂടുതലും പള്ളികളാണ് ഗോവയിൽ. പള്ളികളുടെ ഒരു ഭംഗി.
ഇവിടത്തേതായിട്ട് എന്താണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇവിടുത്തെ എന്താന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. അതിവിടെ ഇവിടെ ചോദിക്കാം. അപ്പൊ ഇവിടുന്ന് ചപ്പാത്തി വേണ്ട. നോക്കാം. ഖാന ജ്യൂസ് വേണോ? പൈനാപ്പിൾ ജ്യൂസ്. ഇല്ല, ഒരു ഉണക്കമീൻ വേണോ? ഇല്ല ഇവിടെ മസാല ദോശ ഇല്ലെന്ന്. ചപ്പാത്തി ഉദയണ്ടാണ് ഇത്. അതൊക്കെ വേണോ? കഴിക്കണം, കഴിക്കാം. പറ. മസാല ദോശ എന്തോ പാവുജിയാണോ? വടാ പാവോ എന്തോ നിങ്ങൾക്ക് എന്ത് പറഞ്ഞേ? എന്നാ പ്ലെയിൻ ദോശ. ഗോവൻ ട്രിപ്പിനെ പറ്റി എന്തെങ്കിലും? രാവിലെ ഒരു പരിപാടി റോങ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റിസോർട്ടിന്റെ പരിപാടി എല്ലായിടത്തും 12 മണി ചെങ്കിൽ 12 മണി ചെക്കൗട്ട് തന്നെ. പക്ഷെ രാവിലെ വരുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. രാവിലെ നേരത്തെ വരുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ട്. അത് ഇച്ചിരി പരിപാടി ഷോ പോയി. ഇവര് നേരത്തെ പറയണമായിരുന്നു, നമുക്ക് അപ്പഴത്തേക്ക് വന്നാൽ മതി. അല്ല, ആക്ച്വലി അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പയ്യെ വന്നാ പോരെ. അല്ല, സംഭവം ഇത് ഓക്കെ. പക്ഷെ വരുന്നവർക്ക് ലഗേജ് സേഫ് ആയിട്ട് വെക്കാൻ ഒരു സ്ഥലവും പിന്നെ ഫ്രഷ് ആവാൻ നല്ലൊരു ബാത്റൂമും വേണം. മസാല ദോശ അല്ല, പ്ലെയിൻ ദോശ. എല്ലാം നെഹി. ചപ്പാത്തി മിൽത്താ? ചപ്പാത്തി ചപ്പാത്തി അല്ല വേറെന്തോ? ചപ്പാത്തിയും പൂരി മാത്രമേ ഉള്ളൂ. എന്നാ മിക്സ് ചെയ്ത് പറയാം, ചപ്പാത്തിയും പൂരിയും കൂടെ. മിക്സ് ചെയ്ത് ബജ്ജി എടുക്കട്ടെ. വന്നപ്പോഴേ ഈ സാധനം കൊടുക്കുക. എന്തിനു ഇതുകൊണ്ട് തന്നിട്ടേ ചപ്പാത്തി ഇല്ല. പിന്നെന്താ ഉള്ളത്? ദോശ ഇല്ല. ബജ്ജി അത് കഴിച്ചാൽ എടാ, പ്ലെയിൻ ദോശ പോലും ഇല്ലെന്നു. രാവിലെ ഇറങ്ങി നടന്ന ഗുണം ചെയ്തില്ലേ? ഞാനിതൊക്കെ അറിയുന്നോടെ. പിന്നെ എങ്ങനെയായിരുന്നു നിന്റെ മനസ്സിലുള്ള ഗോവ? എങ്ങനെയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് കണ്ടിട്ടുള്ള ഗോവയിലോട്ട് പോകുന്നുണ്ടോ? സ്റ്റാർട്ടിങ് ഇല്ലേ? അതെ, സ്റ്റാർട്ടിങ് ഇങ്ങനെ. ലൊക്കേഷൻ ആണെങ്കിൽ അത്രയും കൂടെ പോകത്തില്ലടാ. ഹോട്ടലാണോ? ഞാനേ ആഗോഡ ഫോർട്ടില് വലിയ ക്ലാസ് വണ്ടി അവിടെ ഫോർട്ടിന്റെ പുറം ഭാഗം. അഭിഷേക് ഓ ഈ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒക്കെ പ്രൊഹിബിറ്റഡ് ആണോ? പകൽ വെളിച്ചത്തിൽ കാണാനുള്ള പലതും ഉണ്ട് ഇവിടെ. പകൽ വെളിച്ചത്തിൽ കാണാനുള്ള പലതും ഉണ്ട്. അത് ശരിയാ, അതൊക്കെ. അങ്ങോട്ട് നോക്കൂ, അവിടാണ് ഹരിതാപ്പോ പച്ചപ്പും. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. എനിക്കൊന്ന് കുറച്ചുകൂടെ മേളിലോട്ട് ചെന്ന് കഴിയുമ്പോ കുറച്ചുകൂടെ തണൽ കിട്ടുമെന്ന് തോന്നുന്നു. നീ എന്താ തൊപ്പി വാങ്ങിക്കാൻ? അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് പാളിപ്പോയത്. ഈ സമയത്ത് ബീച്ചും നല്ല. ഇനി എവിടെ ഇറങ്ങി വിഷയത്തിന്റെ അല്ലേ ഇതല്ലെങ്കിൽ എന്റെ ബാഗിന്റെ ഇതായിട്ട് തറയിൽ പോകും. ഞാൻ അറിയത്തില്ല. 4 മണി 5 മണി കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം ഉണ്ടല്ലോ, പോയി കഴിഞ്ഞാൽ സൗണ്ട് പോലും കേൾക്കത്തില്ല. ആ ഒരു ടൈമിന് ചാടുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഇതിപ്പോ ഇന്നത്തെ നമ്മുടെ അവസ്ഥ ഉണ്ടാവല്ലോ. ഇങ്ങനെ നീക്കാൻ പറ്റും ഇങ്ങനെ. നമുക്ക് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് നടക്കൂല. അതെ, അന്നേരം നല്ല രീതിയിൽ പാടും. അങ്ങനെ നമ്മൾ ഗോവയിലെത്തിയിരിക്കുന്നു. ബേക്കൽ കോട്ടയുടെ അധികാരങ്ങളുടെ ഭംഗി കാണിക്കും നിങ്ങൾ. എടാ, ഇതൊക്കെ പകല് കാണാനുള്ള, രാത്രി ഇങ്ങോട്ട് എൻട്രൻസ് ഇല്ല. അതറിയാമോ?
എന്തൊരു ആകാര വടിവുള്ള സമുച്ചയ സ്വേച്ഛാധിപത്യത്തിന് പോണ്ടേ അടിക്കണ്ടേ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നല്ലേ ഇതിനൊക്കെ എന്തോ വലിയ വലിയ നല്ലവനായ history ഉണ്ണി. ഉണ്ട്. സഞ്ചാരത്തിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാം. ഈ വ്ളോഗിൽ നിങ്ങൾക്ക് ഇതിനെ പറ്റി പഠിക്കാൻ പൊടി പറ്റുമോ വലിക്കത്തേ ഉള്ളൂ അതുവഴി ഒന്നും ഇല്ലടേ കൊച്ചിയിലുള്ള പിള്ളേരെല്ലാം പൊടിയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയുന്നില്ല കൊച്ചിയിലുള്ള പൊടി അതിലും കിട്ടും എടാ കൊച്ചിയിലുള്ള ഇയാളെ മഴിക്കില്ലേ നീ വല്ലതും കേൾക്കുന്നുണ്ടോ പറയുന്നു ഞങ്ങൾക്ക് കേൾക്കാം കൊച്ചിന്റെ കാല് വയ്യാത്ത എന്തുകൊണ്ട് ബേക്കൽ കോട്ടയുടെ ശക്തിയാണ്. വായിച്ചോ വാ നിക്കണ്ട അത് ചോദിക്കും നീ ഇത്ര കളിയാക്കുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ഒരു വലിയ തണുപ്പല്ലേ താങ്കൾക്ക് എന്താണ് പറയുന്നത് എനിക്കൊന്നും പറയാൻ കോട്ടയെ പറ്റി താങ്കൾക്ക് എന്താണ് പറയുന്നത് ഇതിന്റെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങി കിടക്കും ഇത് ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗൈഡാന്നേ പറയും. അങ്ങനെ പറയില്ല ഉള്ള പോരുത് എവിടെ ഉള്ള കൊടുക്കർക്ക് കൊടുക്കണ്ട എമൗണ്ട് ഇറക്ക് അങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് പ്രവേശിക്കുകയാണ് നന്ദി എഴുതിയിട്ടുണ്ടോ അങ്ങനാണെങ്കിൽ ഓഫ് ചെയ്തു അതിന് അവര് പറഞ്ഞിട്ടോ എടാ ഓഫ് ചെയ്തോടാ നമ്മള് ചുമ്മാ ആവശ്യമില്ലാതെ വള്ളിയൊന്നും എഴുതിയിട്ടുണ്ടോ അവിടെ അയാളത് കണ്ടു കണ്ടു ഒന്നും പറഞ്ഞിട്ടില്ല ഈ പടവുകളൊക്കെ ആ പുരാതന ശൈലി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള രീതിയിൽ തന്നെ അവർ കാത്തി സൂക്ഷിക്കുന്നില്ലേ ഇന്നത്തെ കാലത്ത് മാർബിളോ ഗ്രാനൈറ്റോ എന്ത് വേണേലും അവർക്ക് ചെയ്യാം അവരത് ചെയ്തില്ല എന്തുകൊണ്ട് അതെ അത് ആ തനതായ രീതിയിൽ സംരക്ഷിക്കുക അതാണ് അവർ കാത്തു സൂക്ഷിക്കുന്നത് അവർക്ക് പൈസ ഇല്ലാഞ്ഞിട്ടാണോ ഇവിടെ ടൈലിടാ അല്ല അവർക്ക് പൈസ ഇല്ലാഞ്ഞിട്ടാണോ ഇതിന് റൂഫില്ലാത്തത് അല്ല നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണോ അവർ ഈ വെയിൽ നമ്മളെല്ലാം ഈ വെയിൽ കൊണ്ട് സഹിച്ച് നടക്കേണ്ട കാര്യമുണ്ടോ ഇല്ല പൈതൃകം മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ പൈതൃകം മറ്റുള്ളവരെ കാണിക്കുക അത് തനതായ രീതിയിൽ അതിനെ കാത്തു സൂക്ഷിക്കുക ടൂറിസം ഡെവലപ്പ് ചെയ്യും അതെ അതെ ഈ പെരുവെയിലത്ത് ഇത്ര ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കുന്നത് വളരെ അത്ഭുതകരമായ ഒരു കാര്യം ഗോവയിലെന്തോ തേങ്ങ ഉണ്ടെന്ന് പറഞ്ഞ് വന്നതല്ലേ ഇന്ന് തിരിച്ചു പോകാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ആ കടല് കാണാൻ വളരെ മനോഹരമായ ഒരു കടലാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അതാ അവിടെ ഒരു ചെറിയ ബോട്ട് സൂം ചെയ്ത് കാണിക്കും അവിടെ എന്തോ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ എടാ ഇതിലെ നമ്മളെല്ലാം കണ്ടാന്നോ മറ്റേ 350 രൂപയ്ക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരെണ്ണം കണ്ടില്ലേ ബോട്ടിന്റെ യാത്ര അത് കാണിച്ചു നോക്കി മോനെ ക്ലൈംബിംഗ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് അവർ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇവരിവിടേക്ക് ഫോട്ടോ ഉണ്ടോ ഫോട്ടോഷോപ്പ് ഉണ്ടോ അല്ല ഫോട്ടോ എങ്ങനെയുണ്ട് എന്താണ് ഫോട്ടോനെ പറ്റി പറയാനുള്ളത് കണ്ണെണ്ണം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർട്ട് അവര് നമ്മുടെ മുമ്പേ ആണോ ഞാൻ വോയിസ് ഓവർ കൊടുക്കും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോവയിലെ അഗോഡ ഫോർട്ടാണ് സംഭവം നല്ല വെയിലുണ്ടെങ്കിലും ചെറിയ കാറ്റുണ്ട് അതുകൊണ്ട് തന്നെ വളരെ മനോഹരം എടേ ഇനി അത് കാണിക്കും നല്ല കാറ്റുണ്ടായതുകൊണ്ട് ഇനി കുഴപ്പമില്ലല്ലോ അല്ലല്ലോ വിഷയം കാണേണ്ടി വരും വൈഡ് ആംഗിളിൽ കാണാം ഇൻട്രോട്ടൊക്കെ ഫ്രണ്ടിലോട്ട് കയറി നടക്ക് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഇൻട്രോ
അത്ര വലിയ റിസ്ക് ഒന്നുമില്ല. എന്റെ ഷൂവിന്റെ അടിയിലൊന്നും എന്റെ ഇല്ലടാ. ഞാൻ ഇവനോട് അതാ പറഞ്ഞേ, റിസ്ക് ഒന്നും ഇല്ലടാ. ഇത് ചെങ്കല്ല നടന്ന് പോളിഷ് ആയത് കണ്ട ഇതുവരെ പോളിഷ് ആയി. ഇതെല്ലാം പോളിഷ് ആയി. അപ്പൊ പിന്നെ എന്തായാലും നടക്കുമ്പോ തെറ്റിയിരിക്കും. അതെ. ഷുവർ ആയിട്ടുള്ള കാര്യം. ആ കല്ലിന് തിളക്കം കണ്ടോ? ഇത് നടന്നേ ആൾക്കാർ നടന്നില്ല. വെറും കല്ലല്ലേ, ഇത് ഉറപ്പായിട്ടും പോളിഷ് ആവും. ടൈലായിട്ടൊക്കെ ഉപയോഗിക്കുന്നതല്ലേ വെള്ളം സിനിമയ്ക്കകത്ത്. ലാറ്ററൈസ് സ്റ്റോൺ. എന്തിനാ ഇവര് ഹലോ, കുഴിയാണ് പണ്ടുള്ള ആൾക്കാരെ കൊണ്ട് കൊല്ലാൻ വേണ്ടി. ഇതിന്റെ ചരിത്രം നമുക്ക് അറിയത്തില്ല, നമുക്ക് അത് വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് വരാം. ഹിസ്റ്ററി ഇവിടെ ഇല്ലടാ. ഉണ്ട് ഇതിനെ പറ്റിയിട്ട്. ഗോവേനെ പറ്റി ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ് ആണിത്. പക്ഷെ ഇതിന്റെ കാര്യം നമ്മൾ എങ്ങനെ അറിയും? ആരോട് ചോദിച്ചറിയും? ആ ഇതിനകത്തുണ്ടോ നോക്കി, അതിനകത്തുണ്ടോ നോക്കി. അഗോഡ വാട്ടർ റിസർവർ. എടാ അത് വാട്ടർ റിസർവർ ആണോ? കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ടാങ്ക് ആണെന്ന് തോന്നുന്നു. വാട്ടർ റിസർവർ. ഇവിടെ എല്ലാം ട്രെയിൻ കൊടുത്തിട്ടുണ്ട്, വെള്ളം പോകാൻ വേണ്ടി ട്രെയിൻ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സൂം ചെയ്ത് കാണും. വാച്ച് ഹൗസ് ആയിട്ടുണ്ട്. എന്തോ 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 ഞങ്ങൾ സെലിബ്രിറ്റീസ് അങ്ങനെ മോൻ കൊടുക്കാറില്ല. ഓ ഞാൻ കുറച്ചേരം ഇവിടെ നിൽക്കട്ടെ. അതാണ് എനിക്ക് പറയാനുള്ളത്. വയ്യാതായി പറയെന്തെങ്കിലും. കുളിക്കണ ഇയാള് ഉറക്കവും ഇല്ല, കുളിയില്ല, വിഷമിച്ച്. അതല്ല ഞാൻ ആദ്യം പറഞ്ഞത് പൊക്കടാന്ന്. അതും ഇടിഞ്ഞ് എനിക്ക് വിഷയമില്ലല്ലോ. ഇപ്പൊ ഗോവയിലെ അഗോഡ ഫോർട്ടിന്റെ കണ്ണം ചിമ്മിപ്പിക്കുന്ന, വെയിലത്ത് കണ്ണം ചിമ്മിപ്പിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിലൊരു റൗണ്ട് കൂടെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കാനുണ്ടെങ്കിൽ കാണിക്കാം. ഭയങ്കര ക്രിമിയടി. നമ്മൾ അഗോഡ ഫോർട്ടിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. എന്നിട്ട് നമുക്ക് വൈകിട്ട് ന്യൂ ഇയർ ആഘോഷിക്കുന്ന വ്ളോഗിലേക്ക് പോകാം. അപ്പം ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.